നമസ്കാരം. കഴിഞ്ഞ ദിവസം ദേശീയപാത ഉൾപ്പെടെയുള്ള വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി എറണാകുളത്തെത്തി. അപ്പോൾ എറണാകുളത്ത് വന്നതല്ലേ, അപ്പോൾ പരിസരത്ത് താമസിക്കുന്നവരും അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെ നേരിട്ടൊന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നവരും എല്ലാം ആ പരിപാടിയിൽ പങ്കെടുക്കാൻ ശ്രമിക്കും. അത് സ്വാഭാവികമല്ലേ. അപ്പോൾ നമ്മുടെ സിനിമ സീരിയൽ താരമായ പ്രിയങ്ക ആ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തി. അപ്പോൾ ഇവരൊരു നടി ആയതുകൊണ്ട് തന്നെ കുറേ മാധ്യമ പ്രവർത്തകർ കൂടി അതിലേറ്റവും കൂടുതൽ ചൊറിച്ചിൽ എപ്പോഴും ഉണ്ടാകാറുള്ള റിപ്പോർട്ടർ അവരുടെ കയ്യിൽ നിന്ന് ഒരു സംഗതി എരന്ന് വാങ്ങിക്കുന്ന കാഴ്ച ഇപ്പോൾ വളരെയധികം വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. കാണാൻ വേണ്ടി ഞാനിവിടെ താമസിക്കുന്ന ഒരാളാണ് എറണാകുളത്ത്. അപ്പൊ അദ്ദേഹത്തെ കാണണം എന്നുള്ള ഒറ്റ ചിന്തയോടുകൂടി വന്നതാണ്, വേറെ ഒന്നുമില്ല അതിനകത്ത്. അവർക്കറിയാം, കാരണം വരുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്, കാണാൻ ആഗ്രഹിക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണെങ്കിലും അതിൽ രാഷ്ട്രീയം കണ്ടെത്താൻ ചെകഞ്ഞറിയാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ് മനുഷ്യരും, പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തകരും. അതുകൊണ്ട് തന്നെയാണ് അവർ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് വേറെ ഒന്നുമില്ല, അതായത് ഇതിനകത്ത് വേറെ രാഷ്ട്രീയമൊന്നുമില്ല. ഞാൻ എറണാകുളത്ത് താമസിക്കുന്ന ആളാണ്, അദ്ദേഹത്തിനെ കാണണമെന്നുള്ള വലിയ ആഗ്രഹമുണ്ട്, അതുകൊണ്ട് വന്നതാണ് എന്ന് പറഞ്ഞതിന് പുറകെ റിപ്പോർട്ടർ ചൊറിച്ചില്. മോദി ഭക്തയാണോ? ഭക്തി എന്തിനാണ് നമ്മൾ ആരാധിക്കുന്ന ഒരാളാണോ പ്രധാനമന്ത്രി? മോദി ഭക്തയാണോ എന്ന് അങ്ങോട്ട് ചോദിക്കുകയാണ്. എന്നിട്ട് അടുത്ത ദിവസം അവർക്ക് ടൈറ്റിൽ കൊടുക്കാം, മോദിയോടുള്ള ഭക്തി മൂത്ത്, മോദിയോടുള്ള ആരാധന മൂത്ത് സ്ഥലത്തെത്തി പ്രിയങ്ക എന്നും പറഞ്ഞ് അവർ ടൈറ്റിലും കൊടുക്കും. അപ്പോൾ അവർ ചോദിച്ച ചോദ്യം, നിങ്ങൾ എന്ത് ചോദ്യമായി ചോദിച്ചത്? നിങ്ങളത് ചോദിക്കാൻ കൊള്ളാവുന്ന ചോദ്യമാണോ? ഒരാൾക്കൊരു ഭക്തി ഉണ്ടെങ്കിലാണോ ഒരാളെ കാണാൻ ആഗ്രഹിക്കുന്നത്? നമ്മളെല്ലാവരും ഓരോ മനുഷ്യരെ മീറ്റ് ചെയ്യണം എന്നൊക്കെ ചിലപ്പം ആഗ്രഹിക്കും, അവരോടൊന്ന് സംസാരിക്കണം, അവരെ ഒന്ന് നേരിട്ട് കാണണം എന്നൊക്കെ ആഗ്രഹിക്കുന്നത് അവരോട് ഭക്തി മൂത്തിട്ടാണോ? അതല്ല, അങ്ങനെ അതിന്റെ ആവശ്യമൊന്നുമില്ല. ഈ ചോദ്യം തന്നെ തെറ്റാണ്. നമ്മുടെ ഒരു ആഗ്രഹത്തിന്റെ പേരിലായിരിക്കും അല്ലേ? എന്ത് ചോർച്ചില്ല. അതല്ല, അങ്ങനെ അതിന്റെ ആവശ്യമൊന്നുമില്ല. ഈ ചോദ്യം തന്നെ തെറ്റാണ്. അല്ല, അങ്ങനെ ആരാധിക്കുന്നവരൊക്കെ ഉണ്ട്, അതുപോലെ ഒരു ആരാധനയാണോ എന്ന് അല്ല. ഇനിയിപ്പോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരാളങ്ങ് മനസ്സുകൊണ്ട് ആരാധിച്ചെന്ന് വെച്ചോ, അതിലിപ്പോ ആർക്ക് ആക്ഷേപം? അങ്ങനെ ഒരു ചോദ്യത്തിന്റെ ആവശ്യമുണ്ടോ? അവരാദ്യം തുടക്കത്തിലേ പറഞ്ഞു അവരെന്തിനാ വന്നത്, എന്താണ് അവരുടെ ഉദ്ദേശമെന്ന്, എന്നിട്ടും ചോദിച്ചുകൊണ്ടിരിക്കുക. നമ്മൾക്ക് സ്നേഹമാണ്. ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി വരുമ്പോൾ കാണുക എന്നുള്ളത് മാത്രമേ നമ്മുടെ ഉദ്ദേശമുള്ളൂ. അയ്യോ, സ്നേഹം എന്നുള്ള വാക്കൊന്നും ഉപയോഗിച്ചിട്ട് യാതൊരു കാര്യമില്ല പ്രിയങ്ക ചേച്ചിയെ. അതുങ്ങൾക്കൊന്നും ഇതൊന്നും മനസ്സിലാകത്തില്ല. ഓ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോട് ഇന്ത്യൻ പൗരന് എന്തോ സ്നേഹം തോന്നാനാ, അത് രാഷ്ട്രീയം തന്നെ ആയിരിക്കും. മോദിയെ കാണുന്നുണ്ടോ, അത് രാഷ്ട്രീയമാണ്. ഇപ്പൊ ഏതെങ്കിലും ഒരു ഉദ്ഘാടന ചടങ്ങ് കേരളത്തിൽ നടക്കുന്നു, അതിന് ഉദ്ഘാടനം നിർവഹിക്കുന്നതോ മുഖ്യാതിഥിയോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്, പിണറായി വിജയനാണ്. അവിടെ കമ്മ്യൂണിസ്റ്റുകാർ മാത്രമായിരിക്കത്തില്ല ചടങ്ങിലുണ്ടായിരിക്കുന്നത്. എന്താണോ ആ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ഒക്കെ കാണും, വിവിധ രാഷ്ട്രീയ പാർട്ടിയിലുള്ളവർ കാണും. എല്ലാവരും പിണറായി ഭക്തരാണ് അവിടെ കൂടുന്നതൊക്കെ. എനിക്ക് ഒരു നിലപാടിനോട്, എന്റെ നിലപാടിനോടാണ് എനിക്ക് യോജിപ്പുള്ളത്. എന്റെ നിലപാട് എന്നും മുന്നിൽ നിൽക്കും. നിലപാടാണോ, രാഷ്ട്രീയ നിലപാടാണോ? എന്ത് കോപ്പിലെ ചോദ്യങ്ങളൊക്കെയാ മാപ്ര ചോദിക്കുന്നത്. വെറുതെ അല്ല, അത് അവരുടെ തിക്കും തിരക്കും കണ്ടോ. എന്തെങ്കിലും അവരുടെ തൊള്ളേന്ന് കിട്ടിയിട്ട് വേണം അടുത്ത ദിവസം അവർക്ക് ബ്രേക്കിംഗ് വിടാൻ. ബിജെപിയുടെ പ്രത്യക്ഷ എന്തിനാണ് മാഷേ, ഇതൊരു ഇന്ത്യൻ പ്രധാനമന്ത്രിയല്ലേ വരുന്നത്? പാഴുകള്, വെറും പാഴുകള്. BJPയുടെ പ്രത്യേക ക്ഷണമുണ്ടോന്ന്? ഒരു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കാണാൻ ഒരു സ്ത്രീ അവരുടെ വണ്ടിക്കൂലി മുടക്കി അവരുടെ ചെലവിൽ അവർ പോകുന്നു എന്ന് പറഞ്ഞതിന് ശേഷം BJPയുടെ ക്ഷണമുണ്ടോന്ന്? ഇതെന്താ അവരുടെ പാർട്ടിയുടെ വല്ല പരിപാടിയാണോ നടക്കുന്നത്? പിന്നെ കാണുക എന്നുള്ളത് നമ്മുടെ ഒരു ആഗ്രഹം, വരുന്നു കാണുന്നു, അത്രയേ ഉള്ളൂ. ഇതിനകത്ത് വേറെ ഒന്നും കാണണ്ട. ഈ മാപ്രയുടെയൊക്കെ ചോദ്യം കേട്ടാലുണ്ടല്ലോ, ഏതോ ഒരു തീവ്രവാദി എന്തോ കാണാൻ പോകുന്നു, തീവ്രവാദവുമായിട്ട് ബന്ധപ്പെട്ട ഒരാളെ കയ്യിൽ കിട്ടിയ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. എന്തിനാണ് പോകുന്നത്, എന്താണ് പോക്കിൻ്റെ ഉദ്ദേശം, അവർ നിങ്ങളെ ക്ഷണിച്ചിട്ടുണ്ടോ, നിങ്ങളും അവരും തമ്മിലുള്ള ബന്ധം എന്താണ്? വലിയൊരു കുറ്റമാണോ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഇവിടെ വരുന്നു എന്ന് പറഞ്ഞൊന്ന് കാണാൻ പോയാൽ? സാക്ഷര കേരളത്തിലെ മാധ്യമ ധർമ്മം. കുത്തിത്തിരിപ്പ് എന്ന് പറഞ്ഞ മാപ്രകൾ കാണിക്കുന്ന കുത്തിത്തിരിപ്പ് പോലെ, അതും ചോദിക്കേണ്ട സ്ഥലത്തൊന്നും ഒരെണ്ണത്തിൻ്റെ തൊള്ളയെന്ന് ശബ്ദം പുറത്തു വരത്തില്ല. അന്നേരം പിന്നെ സകലതും ഇങ്ങനെ കുനിഞ്ഞ് കിടന്നോളും. എന്താ വരുന്നത് പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയാണെന്ന് തോന്നും ചോദ്യം കേട്ട. ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ കാണാൻ ഒരു 5-6 പേർ അറിയുന്ന ഒരു വ്യക്തി പോയാൽ, അല്ല ഒരു സാധാരണക്കാരനാണെങ്കിലും പോകുന്നത് ഇവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. ഇവർക്ക് ഇത്രയും ക്രിമികടി ഉണ്ടാകണമെങ്കിൽ, ഇത്രയും അസ്വസ്ഥത തോന്നണമെങ്കിൽ, ഇത്ര എന്തോ ഒരു പ്രത്യേകത ഉള്ളതുപോലെ ഇവർക്കൊക്കെ അത് ഫീൽ ചെയ്യണമെങ്കിൽ ഇവരുടെയൊക്കെ അജണ്ട എന്തായിരിക്കും? പിന്നെ വിവരദോഷികൾക്കൊരു വിചാരമുണ്ട് കേട്ടോ, ഒരു ചാനലിൻ്റെ കോല് കയ്യിലുണ്ടെങ്കിൽ ഏത് മറ്റടുത്ത ചോദ്യം വേണമെങ്കിലും ചോദിക്കാം. എന്ത് ചോദ്യം ചോദിക്കാനുള്ള ഒരു റൈറ്റ് ആ കോല് നമുക്ക് തരുന്നുണ്ട്
എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഇവന്മാർക്കൊക്കെ ഉണ്ട്. അത് തീർത്തു കൊടുക്കുന്ന തരത്തിലുള്ള ഇത്തരം മറുപടികൾ വളരെ അഭിനന്ദനാർഹമാണ്. അത് കൃത്യമായിട്ട് അവർ അർഹിക്കുന്ന രീതിയിലുള്ള മറുപടി കൊടുത്ത പ്രിയങ്ക ചേച്ചിക്ക് അനുമോദനങ്ങൾ. പിന്നെ ഒരു കാര്യം കൂടെ പ്രിയങ്കയ്ക്ക് തിരിച്ചു ചോദിക്കായിരുന്നു. ഇതിപ്പോൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നീയൊക്കെ കോലും പൊക്കി പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടല്ലോ, നിങ്ങളൊക്കെ മോദിയെ കാണാൻ വേണ്ടി മോദിയുടെ ചിത്രങ്ങളും ദൃശ്യങ്ങളും ഒക്കെ ഒപ്പിയെടുക്കാൻ വേണ്ടിയല്ലേ വന്നത്, എല്ലാം മോദി ഭക്തരാണോ എന്ന് ചോദിക്കായിരുന്നു. എങ്ങനെങ്കിലുമൊക്കെ വാർത്ത ഉണ്ടാക്കണം, ആരുടെയെങ്കിലുമൊക്കെ തൊള്ളയെ കൈയിട്ട് ഇളക്കണം എന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. മാധ്യമധർമ്മം എന്നുള്ള ഒരു വാക്കുപോലും അവർ മറന്നുപോയി. എത്രത്തോളം ഊളകളാകാവോ അത്രത്തോളം ഊളകളാകുകയാണ്. ഊളത്തരവും വെളിവില്ലായ്മയും മാത്രമല്ല കേട്ടോ, ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ കൃത്യമായിട്ടുള്ള അജണ്ടയുടെ ഭാഗമായിട്ട് ഇവരുടെ മനസ്സിലൊക്കെ ഇവർ പോലും അറിയാതെ ഉരുത്തിരിക്കുന്ന ചോദ്യങ്ങളാണ് ഇവരുടെയൊക്കെ വായിന്ന് വരുന്നത്. പക്ഷേ ഒരുമാതിരിപ്പെട്ടവരൊന്നും തിരിച്ച് ഇത് ലൈവായിട്ടൊക്കെ പോകുന്നതല്ലേ, ഇവന്മാരെ ശത്രുക്കളാക്കാനും പാടില്ല എന്നുള്ള രീതിയിൽ രണ്ടിടത്തും അല്ലാത്ത ഒന്നും തൊടാത്ത മറുപടിയൊക്കെ കൊടുത്ത് രക്ഷപ്പെടുകയാണ് സാധാരണ പതിവ്. അങ്ങനെ രക്ഷപ്പെട്ടിട്ട് കാര്യമില്ല. ആ മമ്മൂട്ടി ആ സ്പോട്ടിൽ അയാളുടെ അടുത്ത് പറഞ്ഞതുപോലെ തന്നെ ലൈവായിട്ട് ക്യാമറയിൽ കിട്ടത്തക്ക വിധത്തിൽ തന്നെ ഈ ചോദ്യം ചോദിച്ചവൻ്റെ മുഖവും കിട്ടണം, അവൻ്റെ പേരും ചോദിക്കണം, നീ ഏത് ചാനലിലാണെന്ന് ചോദിച്ചിട്ട് അത് രണ്ടും ചേർത്ത് വേണം മറുപടി കൊടുക്കാൻ. പിന്നെ ഇങ്ങനത്തെ ഒരുമാതിരി മറ്റേ ചോദ്യങ്ങളുമായിട്ട് ഇവർ ഇറങ്ങത്തില്ല. നല്ല ദേശീയബോധവും പൗരബോധവും ഒക്കെ ഏതായാലും എല്ലാത്തിനും ഉണ്ട്. ഞങ്ങൾക്കൊക്കെ ഭയങ്കര അഭിമാനം തോന്നുന്നു കേട്ടോ. മാപ്ര